الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكلا نقص عليك من أنباء الرسل ما تثبت به فؤادك ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് വിഷയങ്ങൾ അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതലായി ആവർത്തിച്ചു വരുന്നത് മുൻകാല സമൂഹങ്ങളുടെ, സമുദായങ്ങളുടെ, പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രങ്ങളാണ്. ചരിത്രം എന്നത് പിൽക്കാലത്ത് ജീവിക്കുന്നവർക്കുള്ള കൃത്യമായ ഒരു പാഠപുസ്തകമാണ്. ജീവിതം, ഒരു ജനതയുടെ ജീവിതം, അവരുടെ പുരോഗതികൾ, അവരുടെ വിജയങ്ങൾ, തകർച്ചകൾ, ഇതൊക്കെ പിൽക്കാലക്കാർക്ക് കൃത്യമായ ചില പാഠങ്ങളാണ്. പ്രവാചകന്മാരുടെ കഥ പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത് വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ, കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ചരിത്രം, വർത്തമാനങ്ങൾ, അവരുടെ കഥകൾ നാം വിശദമായി അത് പഠിപ്പിക്കുന്നത്, പറയുന്നത് മാ തുസബ്ബിതു ബിഹി ഫുആദക്, നിന്റെ മനസ്സിന് അതിനെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും, ഇന്ന് നമ്മുടെ മുമ്പിലുള്ള പല വെല്ലുവിളികളും, നമ്മൾ ഭയപ്പെടുന്ന പലതും സത്യത്തിൽ ഈ ലോകത്ത് ഇപ്പൊ പുതുതായി ഉണ്ടാകുന്ന സംഗതികളല്ല. ഇതിന് സമാനമായതോ ഇതിനേക്കാൾ ഭീകരമായതോ ഒക്കെയായ കാര്യങ്ങൾ പണ്ട് ഈ ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ലോകത്തിലെ മനുഷ്യനെ നിശേഷം ഇല്ലാതാക്കിയിട്ടില്ല. സത്യത്തെയും സത്യത്തിന്റെ ആളുകളെയും പാടെ തകർത്തു കളഞ്ഞിട്ടില്ല. അതൊക്കെ ലോകത്തിന് നൽകുന്ന കൃത്യമായ ചില പാഠങ്ങൾ. വിശുദ്ധ ഖുർആനിൽ 25 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകന്മാരുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ചില പ്രവാചകന്മാരെ കുറിച്ച് വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. ചില പ്രവാചകന്മാരെ കുറിച്ച് ഒരായത്തോ ഒരായത്തിന്റെ ചില ഭാഗങ്ങളോ ആയി അള്ളാഹു പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു പറഞ്ഞ പ്രവാചകനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. വിശുദ്ധ ഖുർആനിൽ നമ്മൾ പരിശോധിച്ചാൽ 136 ഇടങ്ങളിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര്
ഖുർആനിൽ പ്രതിപാദിക്കുന്നുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് 4 ഇടങ്ങളിലാണുള്ളത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി 25ഓളം ഇടങ്ങളിൽ പറയുന്നുണ്ട്. അവിടെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര് 136 സ്ഥലങ്ങളിൽ ഖുർആൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. മുൻകാല പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നതും പഠിപ്പിക്കുന്നതും അവരുടെ കഥ പറയുന്നതും പിൽക്കാലക്കാർക്കുള്ള മനസ്സിന് സ്വസ്ഥമുണ്ടാവാനും ധൈര്യമുണ്ടാവാനും അവരുടെ വിശ്വാസത്തെ ഉറപ്പിച്ചു നിർത്താനുമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്ക് നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? ആ പ്രവാചകന്റെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ എന്തൊക്കെയാണ്? ഇത് മുഹറം മാസമാണ്. മുഹറം മാസം 10-ന് നോമ്പ് നോൽക്കണമെന്ന് പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദിമൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റയിലൂടെ മദീനയിലേക്ക് എത്തിയപ്പോൾ ഫറആ അൽ യഹൂദ് തസൂമു യൗമ ആശുറ. മദീനയിൽ ഉണ്ടായിരുന്ന ജൂതന്മാർ, മക്കയിൽ അങ്ങനെ ജൂതന്മാരോ ക്രിസ്ത്യാനികളോ ഒന്നുമില്ല, അവിടെ ബഹുദൈവ വിശ്വാസികളായ ഒരു ജനത മാത്രമേ ഉള്ളൂ. മദീന അങ്ങനെയല്ല, വ്യത്യസ്തമായ വിഭാഗത്തിൽപ്പെട്ടവർ പാർക്കുന്ന ഒരു നാടാണ്. അവിടെ ജൂതന്മാർ അവർ ഈ ദിവസം നോമ്പ് നോൽക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, മഹാദാ മഹാദാ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് നോമ്പ് നോൽക്കുന്നത്? ഖാലു, അവർ പറഞ്ഞ മറുപടി, ഹാദാ യൗമുൻ സ്വാലിഹുൻ, ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം. ഇത് അല്ലാഹു സുബ്ഹാനഹു തആല ബനൂ ഇസ്രായീല്യരെ അവരുടെ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ്. ഫസ്വാമഹു മൂസ, ഫസ്വാമഹു മൂസ. അന്ന് മുതൽ ആ ദിവസത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പ് നോറ്റു. ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅന അഹഖു ബിമൂസ മിൻകും, ഫഅന അഹഖു ബിമൂസ മിൻകും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി നിങ്ങളെക്കാളേറെ ബന്ധപ്പെട്ടവൻ ഞാനാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ആദർശവും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച മൂല്യങ്ങളും അതേ ആദർശത്തിലും മൂല്യത്തിലും നിലനിൽക്കുന്നവനാണ് ഞാൻ. നിങ്ങളെക്കാളേറെ മൂസാ നബിയുമായി ബന്ധപ്പെട്ടവനും മൂസാ നബിയുമായി അവകാശപ്പെട്ടവനും ഞാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിവസം നോമ്പ് നോറ്റു. ഫഅമറ ബിസ്വിയാമി, മറ്റുള്ളവരോട് ആ ദിവസത്തിൽ നോമ്പ് നോൽക്കാൻ പ്രവാചകൻ കൽപ്പിക്കുകയും ചെയ്തു. അപ്പോ ഈ മുഹറം മാസത്തിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിന്റെ ഒരു ഏടാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനൂ ഇസ്രായീലിലേക്ക് അള്ളാഹു പറഞ്ഞയച്ച ഒരു പ്രവാചകനാണ്. ആ പ്രവാചകന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ അദ്ദേഹം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളിലൂടെയുള്ള അദ്ദേഹത്തിന്റെ ക്ഷമയോടുകൂടിയുള്ള യാത്രകൾ, ആ യാത്രകളുടെ പര്യവസാനം എന്നോണം അള്ളാഹു അദ്ദേഹത്തിന് നൽകുന്ന മഹത്തായ വിജയങ്ങളും ജീവിത ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണവും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ജനിക്കുന്നത് തന്നെ ഒരുപാട് പ്രതിസന്ധികളുള്ള ഒരു കാലഘട്ടത്തിലാണ്. രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ ഉത്തരവുണ്ട്, എന്റെ നാട്ടിൽ ഇനി ബനൂ ഇസ്രായേലിയരുടെ കൂട്ടത്തിൽ ഒരാൺകുട്ടി ജനിച്ചുകൂടാ, അവിടെ ഇനി പെണ്ണുങ്ങളെ ഉണ്ടാവാൻ പാടുള്ളൂ. അതുകൊണ്ട് ഗർഭിണികളായ ബനൂ ഇസ്രായേലിൽപ്പെട്ട സ്ത്രീകൾ ഏതൊക്കെ വീട്ടിലുണ്ടോ അവിടൊക്കെ രാജാവിന്റെ കാവൽക്കാരുണ്ട്. അവർ പ്രസവിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ അവിടെ വെച്ച് തന്നെ കൊന്നുകളയാൻ, പെണ്ണാണെങ്കിൽ അവളെ ജീവിക്കാൻ അനുവദിക്കാൻ. ഒരു സമൂഹത്തെ നശിപ്പിച്ചു കളയാനുള്ള, ഒരു സമൂഹത്തിന്റെ ശക്തിയെ ചോർത്തിക്കളയാനുള്ള ഏറ്റവും നല്ല മാർഗമാണിത്. ആ സമൂഹത്തിൽ പുരുഷന്മാർ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത്രയും പ്രതിസന്ധി ഉള്ള ഒരു കാലത്താണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതാവ് ഗർഭിണിയാകുന്നത്. മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത ഉത്കണ്ഠയുണ്ട്, പേടിയുണ്ട്. ലോകത്തിലെ ഒരുപാട് ഉമ്മമാർ പ്രാർത്ഥിക്കാറ് കുട്ടി ആണാവണമേ എന്നാണ്. പക്ഷേ
ഈ ഉമ്മ പ്രാർത്ഥിച്ചു കാണും ആ കുട്ടി പെണ്ണായിരിക്കാൻ. കാരണം ജനിച്ചു വീഴുന്ന കുട്ടി ആണാണെങ്കിൽ ആ കുട്ടിയെ കൊന്നുകളയാനാണ് രാജകൽപ്പന. രാജകൽപ്പന നടപ്പിലാക്കാനുള്ള ആളുകൾ തന്റെ വീട്ടുമുറ്റത്തുണ്ട്. പക്ഷേ പ്രസവിച്ച് അവർക്ക് കിട്ടിയ കുട്ടി ആൺകുട്ടിയാണ്. അവരുടെ മനസ്സ് വല്ലാത്ത പേടിയുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മക്ക് നൽകുന്ന നിർദ്ദേശം വൗഹൈനാ ഇലാ ഉമ്മി മൂസ, വൗഹൈനാ ഇലാ ഉമ്മി മൂസ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മക്ക് നാം ബോധനം നൽകി. എന്താണ് ആ ബോധനം? അൻ അർളിഇ, പ്രസവിക്കാൻ. ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യമ്മി വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദ്ദൂഹു ഇലൈക വജാഇലുഹു മിനൽ മുർസലീൻ. പ്രസവിച്ചു കഴിഞ്ഞ കുട്ടി ആൺകുട്ടിയാണെന്നറിഞ്ഞപ്പോ ഭയചകിതയായി നിൽക്കുന്ന ഉമ്മാക്ക് അള്ളാഹുവിന്റെ നിർദ്ദേശം ആ കുട്ടിയെ ഒരു പെട്ടിയിലാക്കി വീടിന്റെ സമീപത്തുകൂടി ഒഴുകുന്ന ആ നദിയിലേക്ക് ഇടുക. ഒരു ഉമ്മക്ക് ചെയ്യാൻ കഴിയാത്ത കൈവിറക്കുന്ന പ്രവൃത്തിയാണ്. പക്ഷെ ആ ഉമ്മക്ക് അല്ലാഹു തആല ഉറപ്പ് കൊടുക്കുകയാണ്, വലാ തഖാഫി വലാ തഹ്സനി, നീ പേടിക്കണ്ട, നീ ഭയപ്പെടണ്ട, നീ ദുഃഖിക്കണ്ട, നിന്റെ മകനെ ഞാൻ നിനക്ക് തിരിച്ചു തരും. വജാഇലുഹു മിനൽ മുർസലീൻ, അവനെ പ്രവാചകന്മാരിൽപ്പെട്ടവനാക്കുകയും ചെയ്യും. ആ ഉമ്മക്ക് അള്ളാഹു ഉറപ്പ് കൊടുക്കുകയാണ്. അങ്ങനെ ആ ഉമ്മ ആ കുട്ടിയെ ഒരു പെട്ടിയിലാക്കി നദിയിലൊഴുക്കി. കഥയായും പ്രസംഗമായും കഥാപ്രസംഗമായും പാട്ടായിട്ടുമൊക്കെ നമ്മൾ കേട്ട ഒരുപാട് കഥകൾ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും നൈൽ നദിയുമായും ഒക്കെ ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രങ്ങൾ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ രാജകൊട്ടാരത്തിലെ രാജാവിന്റെ ഭാര്യയുടെ കയ്യിലെത്തുന്നു. ആ രാജാവിന് നല്ല ഉറപ്പുണ്ട്, ഈ കുട്ടി താൻ കൊല്ലാൻ പറഞ്ഞ ബനൂ ഇസ്രായേലിയരുടെ കൂട്ടത്തിൽപ്പെട്ട കുട്ടിയാണ്. താൻ കൊല്ലുമെന്ന് ഭയപ്പെട്ടത് കൊണ്ട് ഏതോ ഉമ്മ പുഴയിൽ എറിഞ്ഞതാണ്. രാജാവിന് നല്ല ഉറപ്പുണ്ട്. പക്ഷേ രാജപത്നി പറഞ്ഞു, ഇവനെ നമുക്ക് വളർത്താം, നമ്മളല്ലേ വളർത്തുന്നത്, നമ്മുടെ കൊട്ടാരത്തിലല്ല വളരുന്നത്, അതുകൊണ്ട് ഇവൻ നമുക്ക് എതിരാവുകയില്ല, ഇവനെ നമുക്ക് വളർത്താം. അങ്ങനെയാണ് ആ കുട്ടി കൊട്ടാരത്തിൽ വളരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, നമ്മളൊക്കെ പലപ്പോഴും എത്രമാത്രം വിശ്വാസികളാണെങ്കിലും ആദർശമുള്ളവരാണെങ്കിലും ചില പ്രതിസന്ധികൾക്ക് മുമ്പിൽ നമ്മുടെ വിശ്വാസങ്ങളെയും ആദർശങ്ങളെയും നമ്മൾ അടിയറ വെക്കും. അതെ, അങ്ങനെ എപ്പോഴൊന്നും മതത്തിന്റെ കൂടെ നിന്ന കാര്യം നടക്കൂല. അതുകൊണ്ട് ഇനിയിപ്പോ നമുക്ക് തോന്നിയതുപോലെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച്, നമ്മുടെ വളവ് ഉപയോഗിച്ച്, നമ്മുടെ സ്വാധീനം ഉപയോഗിച്ച് ഇനി നമ്മൾ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പ് നൽകുന്നത്, അള്ളാഹുവിന്റെ കൽപ്പനകൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നിടത്തോളം അള്ളാഹുവിന്റെ സഹായം അവർക്കുണ്ടായിരിക്കും. പക്ഷെ ക്ഷമയോടുകൂടി അതുവരെ കാത്തിരിക്കാൻ പലപ്പോഴും മനുഷ്യൻ തയ്യാറാവാത്ത അവസ്ഥ അല്ലേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതാവ് അള്ളാഹുവിന്റെ കൽപ്പന, ഒരു സ്ത്രീ അറച്ചു നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുമ്പോൾ നോക്കൂ നിങ്ങൾ, ആ രാജകൊട്ടാരത്തിൽ എത്തിച്ച കുട്ടി, ആ കുട്ടിക്ക് മുല കൊടുക്കണം, പാല് കൊടുക്കണം, ചെറിയ കുട്ടിയാണ്. നാട്ടിലുള്ള ഉമ്മമാരെയൊക്കെ വിളിച്ചു വരുത്തി. പക്ഷേ ആ കുട്ടി പാല് കുടിക്കുന്നില്ല. അവസാനം ആരോ പറഞ്ഞു, ഒരു ഉമ്മയുണ്ട് ഇങ്ങനെ ഒരു നാട്ടിൽ, നല്ല സ്ത്രീയാണ്. ആളെ അയച്ചു, ആ ഉമ്മയെ വരുത്തി. ആ ഉമ്മ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരിക്കുള്ള ഉമ്മയാണ്. രാജാവ് അറിയില്ല ഇത് ഉമ്മയാണ് ഇത് കുട്ടിയാണ് എന്ന്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കാതിരിക്കാൻ തന്ത്രങ്ങൾ നെയ്ത ആ രാജാവിന്റെ അന്തപുരത്തിൽ തന്നെ അല്ലാഹു തആല മൂസാ നബിയെ വളർത്തുകയാണ്. സ്വന്തം മാതാവിന്റെ മടിത്തട്ടിൽ തന്നെ സ്നേഹം നിറച്ച് രാജ്യത്തിന്റെ കൊട്ടാരത്തിന്റെ പ്രൗഢിയിൽ ആ കുട്ടി വളരുകയാണ്. നമ്മളെപ്പോഴും ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട സംഗതിയാണത്. പിശാച് നമ്മളെ തെറ്റിക്കാനുള്ള ഇത്തരം സന്ദർഭങ്ങളിലാണ്. വലിയ സന്തോഷത്തിന്റെ സമയത്തിലും അതേപോലെ വലിയ പ്രതിസന്ധിയുടെ സമയത്തും നമ്മൾ തൽക്കാലം മതത്തിനെ അങ്ങോട്ട് മാറ്റിവെക്കും. മതം ഒരു ഭാരമായി മാറും നമുക്ക്. അത്തരം സന്ദർഭങ്ങളിൽ
മതം നമുക്കൊരു ഭാരമായിട്ടാണ് മാറും. ചിലപ്പോൾ വലിയ സന്തോഷം, വലിയൊരു കല്യാണം നടക്കുക, കല്യാണം അവിടെ ഇസ്ലാമം നോക്കാൻ പറ്റില്ല, അടിച്ചു പൊളിക്കുക, അവിടെ മതം നോക്കിയാലേ നമ്മൾ പിന്തിരിപ്പന്മാരാവും. അതുകൊണ്ട് നമ്മുടെ കല്യാണങ്ങളൊക്കെ അടിപൊളിയാവും, ദീന് പുറത്താവും. സങ്കടം വരുമ്പോൾ അങ്ങനെ തന്നെയാ. ഇനിയിപ്പോ അത് നോക്കിയിട്ട് കാര്യമില്ല, ഇനി വേറെന്താ മാർഗം, ആ മാർഗം നോക്കണം, അതിനാരെ കൂടിയാ പോകണം, അതിനാര് പറഞ്ഞാൽ കേൾക്കണം, അങ്ങോട്ട് പോവാ. അവിടെ മതത്തെ നമ്മൾ മാറ്റിവെക്കുക. മതം നമുക്കൊരു ബാധ്യതയാവുക. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും സൃഷ്ടാവായ പടച്ച റബ്ബ് അവൻ തന്ന ജീവിതം, അവൻ തന്ന പ്രതിസന്ധി, അതിന്റെ പരിഹാരവും അവനാണ് നൽകേണ്ടത് എന്നിരിക്കെ ആ സൃഷ്ടാവിനെ മാറ്റിവെച്ച് പിന്നെ ആരുടെ വഴിയാണ്, ഏത് വഴിയാണ് ഒരു മനുഷ്യന് തിരഞ്ഞെടുക്കാൻ അവന്റെ മുമ്പിലുള്ളത്? അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കിട്ടുന്ന പാഠം, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഈ മഹത്തായ സന്ദേശം നോക്കൂ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പ്രവാചകനാക്കുന്നുണ്ട്. പ്രവാചകനാക്കിയിട്ട് അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദ്യം പറഞ്ഞയക്കുന്നത് എടുക്കാറ് ആരാണ് ഈ ഫിറഔൻ അറിയോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളർന്ന കൊട്ടാരത്തിന്റെ ചക്രവർത്തിയാണ് ഈ ഫിറഔൻ. വലിപ്പത്തിൽ വളർന്നു വന്നപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പറ്റിയ ഒരു അബദ്ധം, അദ്ദേഹത്തിന്റെ മനസ്സിൽ തന്റെ വർഗത്തോടുള്ള വല്ലാത്ത സ്നേഹമുണ്ട്. തന്റെ വർഗമായ ബനൂ ഇസ്രായേലർ അനുഭവിക്കുന്ന കഠിനമായ പീഡനങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അദ്ദേഹം മനസ്സുകൊണ്ട് അവരുടെ കൂടെയാണ്, പക്ഷെ വളരുന്നത് കൊട്ടാരത്തിലാണ്. പുറത്തിറങ്ങി അദ്ദേഹം കണ്ടത് തന്റെ വർഗത്തിൽപ്പെട്ട ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാളും രാജകുടുംബത്തിൽപ്പെട്ട ഒരാളും തമ്മിലുള്ള ഒരു ഷണ്ടയാണ്, ഒരു ബഹളമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അദ്ദേഹം തന്റെ വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ തന്റെ കൂട്ടത്തിൽപ്പെട്ട ബനൂ ഇസ്രായേൽക്കാരനെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിച്ചെല്ലുകയാണ്. പക്ഷേ ആ വാഗ്വാദത്തിൽ, ആ കയ്യേറ്റത്തിൽ മറുഭാഗത്തുള്ളയാൾ കൊല്ലപ്പെട്ടു, അഥവാ രാജകുടുംബത്തിന്റെ കൂടെയുള്ളയാൾ കൊല്ലപ്പെട്ടു. വിവരം ആരും അറിഞ്ഞില്ല. ആരാണ് കൊന്നതെന്നോ ആരാണ് കൊലയാളിയെന്നോ ആർക്കും അറിയില്ല. പക്ഷെ രാജ്യത്താകമാനം അതൊരു വലിയ സംഭവമായി. രാജകുടുംബത്തിൽപ്പെട്ട ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതൊരു ചെറിയ വാർത്തയല്ലല്ലോ, വലിയ വാർത്തയാണ്. ആരും അറിയാത്തത് കൊണ്ട് തന്നെ ആകെ രണ്ടാളാണ് അറിഞ്ഞത്. ഒന്ന് മൂസാ നബിയാണ്, ഒന്ന് തന്റെ വർഗത്തിൽപ്പെട്ട ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാളാണ്. വിവരം ആരും അറിഞ്ഞില്ല. അതങ്ങനെ അങ്ങോട്ട് പോയി. പിന്നീട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും കാണുന്നത്, തലേ ദിവസം താൻ പ്രശ്നത്തിൽ ഇടപെട്ട് താൻ രക്ഷപ്പെടുത്തിയ തന്റെ വർഗത്തിൽപ്പെട്ട അതേ വ്യക്തി മറ്റൊരാളുമായിട്ട് ശണ്ട കൂടുന്നു. തലേ ദിവസം തോന്നിയ സഹതാപമല്ല മൂസാ നബിക്ക് പിറ്റേ ദിവസം തോന്നിയത്. ഇയാൾക്ക് എന്തു തന്നെ പരിപാടി, എല്ലാരോടും കച്ചറക്കാരൻ തന്നെയാ. അദ്ദേഹം തന്റെ കുടുംബത്തിൽപ്പെട്ട ആളെ ദേഷ്യപ്പെട്ട് ശാസിച്ച് എന്നിട്ട് അയാളെ സഹായിക്കാൻ വേണ്ടി മൂസാ നബി അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. തലേ ദിവസം ഒറ്റയടിക്ക് ഒരാളെ കൊല്ലുന്നത് കണ്ടവനാണ് ഈ ബനൂ ഇസ്രായേൽക്കാരൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദേഷ്യപ്പെട്ട് ഇറങ്ങി വന്നപ്പോ അയാൾക്ക് തോന്നി എനിക്ക് നേരെയാണ് വരവ്. അയാൾ പേടിച്ചിട്ട് ഉറക്കം വിളിച്ചു പറഞ്ഞത്രേ, ഇന്നലെ അയാളെ കൊന്നതുപോലെ നീ എന്നെ കൊല്ലാനാണോ വരുന്നത്? വാർത്ത പരന്നില്ലേ, കാട്ടുതീ പോലെ പടർന്ന്. രാജകൊട്ടാരത്തിൽ ഗൂഢാലോചനകൾ ഉണ്ടായി. രഹസ്യമായി രാജാവിനറിയാം തന്റെ ഭാര്യ വളർത്തുന്ന ചെറുപ്പക്കാരനാണ്, ഭാര്യ അയാൾക്കൊപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ ഭാര്യ അറിയാതെ രാജകൊട്ടാരത്തിന്റെ അന്തപുരങ്ങളിൽ എവിടെയോ ഗൂഢാലോചന, മൂസാ നബിയെ കൊല്ലാൻ. അയാൾ നമ്മുടെ ശത്രുവാണ്, അയാളെ ഇനി വെച്ചുവെക്കാൻ പാടില്ല. സഹൃദയനായ ഗുണകാംക്ഷിയായ ഒരാൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വിവരം പറയണേ, നിങ്ങളെ കൊല്ലാൻ തീരുമാനമായിട്ടുണ്ട്, കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്, എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോളൂ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നാട് വിട്ട് പാതിരാത്രിയിൽ ഓടിപ്പോവുകയാണ്. അല്ലേ, ആരോരുമില്ലാതെ, കുടുംബമില്ല, ഒന്നുമില്ല, അദ്ദേഹം ഓടിപ്പോവുകയാണ്. ആ പോക്കില് ഒരു മരച്ചുവട്ടിലിരുന്ന് അദ്ദേഹം നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. എത്രമാത്രമാണ് അദ്ദേഹത്തിന്റെ നിസ്സഹായത എന്ന് ബോധ്യപ്പെടുത്താം. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. പടച്ചോനെ, എന്താണോ നീ എനിക്ക് ഇപ്പൊ തരുന്നത്, എന്ത് തന്നാലും റബ്ബെ അതെനിക്കിപ്പോ എനിക്ക് ആവശ്യമാണ്. ഒരു തുള്ളി വെള്ളാവാ, ഒരു വറ്റാവാ, ഒരു കഷ്ണം തുണിയാവാ, ഇരിക്കാൻ ഇടമാവാ, കിടക്കാൻ ഇടമാവാ, എന്താവാം. എന്ത് റബ്ബെ നീ എനിക്ക് ഇപ്പൊ തരുന്നുണ്ടോ അത് എന്താവട്ടെ, അത് ആവശ്യമുള്ള ഒരു ഫക്കീറാണ് ഞാൻ. എത്ര ദൈന്യതയിലാണ്, എത്ര നിസ്സഹായതയിലാണ്
മൂസാ നബിയുടെ പ്രാർത്ഥന. അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രവാചകനാക്കിയിട്ടേ ആദ്യം പോകാൻ പറഞ്ഞ എങ്ങട്ടാ നിങ്ങള്? ഈ ഫിറോവിന്റെ കൊട്ടാരത്തിലേക്ക്. ആരെ? തന്നെ കൊല്ലാൻ വേണ്ടി കളമൊരുക്കുമ്പോൾ അവരുടെ കണ്ണ് വെട്ടിച്ച് കൊട്ടാരത്തിൽ നിന്നും ജീവനം കൊണ്ട് ഓടിപ്പോന്ന ആ കൊട്ടാരത്തിലേക്ക് 10 കൊല്ലം കഴിഞ്ഞ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പ്രവാചകനായി പറഞ്ഞയക്കാം. ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ. അപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രവാചകനാക്കി അള്ളാഹു നിശ്ചയിക്കുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തന്റെ കഴിവുകേടുകളെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ കുറവുകളെ കുറിച്ച് പറയാൻ ഇഷ്ടമില്ലാത്തവരാ. നമുക്കൊക്കെ ചില കുറവുകളുണ്ട്. നമുക്കറിയാം നമ്മുടെ കുറവെന്താണ്. പറഞ്ഞ് ചെയ്യാൻ പറ്റാത്തവരും ചെയ്യണേ പറയാൻ പറ്റാത്തവരും അങ്ങനെ പലജാതി കുറവുള്ള ആൾക്കാർ നമ്മളൊക്കെ. പക്ഷെ നമ്മുടെ കുറവ് ആരെങ്കിലും ചൂണ്ടിക്കാട്ടിയാൽ ആ ചൂണ്ടിക്കാട്ടിയവന്റെ ആ വിരൽ നമ്മൾ ഒടിച്ചു കളയും. നമ്മുടെ കുറവ് നമുക്കറിയാം, പക്ഷെ അത് പറയുന്നത് നമുക്ക് ഇഷ്ടമല്ല, അത് അംഗീകരിക്കാൻ പോലും നമുക്ക് മനസ്സില്ല. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പ്രവാചകനാക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആദ്യത്തെ പ്രാർത്ഥനയുണ്ട്. ഖാല, അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ശ്റഹ് ലി സ്വദ്രി, റബ്ബി ശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വജ്അൽ ലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി എന്നങ്ങനെ പോവുകയാണ് ആ പ്രാർത്ഥന. എന്താ പ്രാർത്ഥന അറിയോ? റബ്ബി ശ്റഹ് ലി സ്വദ്രി, പടച്ചോനെ എന്റെ മനസ്സിനെ വിശാലമാക്കി തരണം കേട്ടോ. പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതിക്കാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അറിയാം പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ പ്രാർത്ഥന റബ്ബി ശ്റഹ് ലി സ്വദ്രി, അല്ലാഹുവേ എന്നെ വെറുക്കുന്ന, എന്നെ ഉപദ്രവിക്കുന്ന, എന്റെ മറുഭാഗത്ത് നിൽക്കുന്ന, എന്നെ വിമർശിക്കുന്ന, എനിക്കെതിരാകുന്നവരെ പോലും ഉൾക്കൊള്ളാനാകുന്ന വിധം, ഏത് പ്രയാസങ്ങളെയും ക്ഷമയോടുകൂടി സ്വീകരിക്കാൻ കഴിയുന്ന വിധം എന്റെ മനസ്സിനെ റബ്ബേ വിശാലമാക്കി തരണം കേട്ടോ. ഒന്നാമത്തെ പ്രാർത്ഥന റബ്ബി ശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി, പടച്ചോനെ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ എളുപ്പമുള്ള കാര്യമല്ല അല്ലെ. 10 ആളോടൊരു കാര്യം പറയാൻ വേണ്ടി ഏൽപ്പിച്ചാൽ നമ്മളെന്താ പറയാ? 10 ആളോടോ? ഒരു നാടിന് മുഴുവനും ഒരു വലിയ സന്ദേശം കൊടുക്കാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിക്കുന്നത് ഈ പരമസാധു മനുഷ്യനെയാണ്. അതുകൊണ്ടാ പറയുന്നത്, പടച്ചോനെ എന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി തരണം കേട്ടോ. വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി, അദ്ദേഹത്തിന്റെ പ്രശ്നം അദ്ദേഹത്തിന്റെ നാവ്. അദ്ദേഹം സംസാരിച്ച പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റൂല. ഒരു കെട്ടുണ്ട് നാവ്. കെട്ട് പറഞ്ഞാല് സംസാരം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിക്ക് പോലെയുള്ള എന്തോ ഒരു അസ്വസ്ഥത അദ്ദേഹത്തിന്റെ സംസാരത്തിനുണ്ട്. അദ്ദേഹം പറയുന്നത് വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി, എന്റെ വാക്കുകൾ ആളുകൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി അല്ലാഹുവേ എന്റെ നാവിന്റെ കെട്ട് നീ അഴിച്ചു തരണം, നന്നായിട്ട് സംസാരിക്കാൻ, ഞാൻ പറയുന്നത് ആളുകൾക്ക് കേൾക്കത്തക്ക വിധം എന്റെ നാവിന്റെ, എന്റെ സംസാരത്തെ നീ സുഗമമാക്കണം. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്ക് കൂടി ഉണ്ട്, വജ്അൽ ലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി, പടച്ചോനെ ഒറ്റക്കാണ്, ആരുമില്ല, കൂടെ ഉണ്ട് എന്ന് പറയാൻ ആരുമില്ല. ഏൽപ്പിക്കപ്പെട്ട ദൗത്യമാവട്ടെ ഏറെ ഉത്തരവാദിത്തമുള്ളവരാ. അതുകൊണ്ട് പടച്ചോനെ എന്റെ ഒരു സഹോദരനുണ്ട്, ആ സഹോദരന്റെ പേര് ഹാറൂൻ എന്നാണ്. ഹാറൂൻ മൂസാ നബിയുടെ സഹോദരനാണ്. വജ്അൽ ലി വസീറൻ മിൻ അഹ്ലി, അല്ലാഹുവേ എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്കൊരു സഹായിയെ ഉണ്ടാക്കി തരണം. ഹാറൂന അഖി, എന്റെ സഹോദരനായ ഹാറൂൻ, ആ ഹാറൂനെ എന്റെ സഹായിയായി പടച്ചോനെ എനിക്ക് നീ ഏൽപ്പിച്ചു തരണം. കാരണം ഈ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഒരുപാട് കഴിവുകേടുകൾ എനിക്കുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അങ്ങനെ തന്നെ കേൾക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറൂനെ അള്ളാഹു ഒരു നബിയായിട്ട് നിശ്ചയിക്കുന്നത്. ആ 2 പേരോടുമാണ് അള്ളാഹു പറയുന്നത്, ഇദ്ഹബാ ഇലാ ഫിർഔന, നിങ്ങൾ 2 പേരും ഫിർഔനിന്റെ അടുത്തേക്ക് ചെല്ലണം. ഇന്നഹു തഗാ, അവൻ ഭയങ്കരമായ അതിക്രമം പ്രവർത്തിക്കുന്നുണ്ട്, അതിര് കവിഞ്ഞിട്ടുണ്ട്. എന്താണ് ഫിർഔൻ എന്താ പ്രഖ്യാപിച്ചത് അറിയോ? അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് റബ്ബ്, ഞാനല്ലാത്ത വേറെ ഒരു ദൈവമൊന്നുമില്ല, ഞാനാണ് റബ്ബ്, എല്ലാവരും എന്നെയാണ് ആരാധിക്കേണ്ടത്. നമ്മളൊക്കെ പല രാജാക്കന്മാരെ കുറിച്ചും പല ഭരണാധികാരികളെ കുറിച്ചും ഒക്കെ അങ്ങനെ ചർച്ച ചെയ്യാറില്ലേ? അവർക്കൊക്കെ അപ്പുറത്താണ് പോയ കാലത്തെ മർദ്ദകന്മാരായ ചൂഷകന്മാരായ ഭരണാധികാരികളുടെ അവസ്ഥകൾ. ഞാൻ തന്നെയാണ് ദൈവം, അങ്ങനെ പറയാൻ ദൈവമുള്ള ഭരണാധികാരികളൊന്നും നമ്മുടെ നാട്ടിലില്ലല്ലോ. ഞാൻ തന്നെയാണ് ദൈവം, നിങ്ങളൊക്കെ എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയാൻ മാത്രം ധാർഷ്ട്യമുള്ള അഹങ്കാരികളായ ഭരണാധികാരികളില്ലേ? അത്തരം ഭരണാധികാരികൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തിനാ ബേജാറാവണ് എന്നാണ് ഖുർആൻ നൽകുന്ന പാഠങ്ങൾ, അല്ലേ?
എന്നിട്ട് അള്ളാഹു പറയണേ, ഈ മൂസാ നബിയെ കൊല്ലാൻ കാത്തിരിക്കുന്ന, അതേപോലെ ഞാൻ തന്നെയാണ് അള്ളാഹു, ഞാൻ തന്നെയാണ് ദൈവം, ഞാൻ തന്നെയാണ് രക്ഷിതാവ് എന്ന് അഹങ്കാരത്തോടു കൂടി പറയുന്ന അക്രമിയായ ആ രാജാവിന്റെ മുമ്പിലേക്ക് രണ്ടുപേരെയും അള്ളാഹു പറഞ്ഞയക്കുക. എന്നിട്ടേ ആ രാജാവിനോട് എങ്ങനെയാണ് പ്രബോധനം ചെയ്യേണ്ടത് അള്ളാഹു പറയണേ, വഖൂല ലഹു ഖൗലൻ ലയ്യിന. വഖൂല, നിങ്ങൾ രണ്ടുപേരും പറയണം, ലഹു അവനോട്, ഖൗലൻ ലയ്യിനൻ. ഖൗലൻ ലയ്യിനൻ എന്താ വാക്കിന്റെ അർത്ഥം? ലയ്യിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ സോഫ്റ്റായ, മൃദുലമായ, ദേഷ്യപ്പെട്ടുകൊണ്ടല്ല, തോൽപ്പിക്കാൻ വേണ്ടിയല്ല, ആകപ്പാടെ ചവിട്ടി കയറിയിട്ടല്ല, ചീത്ത പറഞ്ഞുകൊണ്ടല്ല, അതിക്രമികാരിയായ അഹങ്കാരത്തിന്റെ മേലെ നിൽക്കുന്ന, ഞാൻ തന്നെയാണ് ദൈവമെന്ന് പ്രഖ്യാപിക്കുന്ന ആ അതിക്രമിയുടെ മുമ്പിൽ പോലും അള്ളാഹുവിന്റെ ദീന് പറയേണ്ടത് ഖൂല ഖൗലൻ ലയ്യിന. അല്ലേ? നമ്മളൊക്കെ പലപ്പോഴും ചെറിയൊരു വിഷയത്തിൽ പോലും നമ്മൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഓല കോളർന്ന് പിടിച്ചിട്ടേ പോലെ വർത്താനുള്ളൂ. പലപ്പോഴും നമ്മുടെ ദഅവത്തുകളൊക്കെ പച്ചത്തെറികളായിട്ട് മാറാറുണ്ട്. അല്ലെ? നമ്മൾ കേൾക്കാറില്ലേ? പലപ്പോഴും കാത് കൊത്തി പോകാറില്ലേ? അക്രമിയായ, മർദ്ദകനായ ആ ഭരണാധികാരിയുടെ മുമ്പിലെത്തിയിട്ട് അവനോട് അള്ളാഹുവിന്റെ ദീന് പ്രബോധനം ചെയ്യേണ്ട രീതി അള്ളാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്. വഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ. നല്ല സോഫ്റ്റായ, മൃദുവായ വാക്കുകളിലൂടെ നിങ്ങൾ അവന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. അവൻ നിങ്ങൾ പറയുന്നത് ഉൾക്കൊണ്ട് അതവന് മനസ്സിലായി അവനിൽ മാറ്റമുണ്ടായേക്കാം, അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനായേക്കാം. ആരാണ്? ആ നാട്ടിലെ ഒരാളോട് പ്രബോധനം ചെയ്യുമ്പോഴും ഓൻ നന്നാവൂല, ഓൻ ശരിയാവൂല, ഓനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളെയും തള്ളിക്കളയാൻ നമുക്ക് അധികാരമില്ല, അവകാശമില്ല. ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ ആ ഫിറൗൻ അവസാന നിമിഷം വരെ അള്ളാഹുവിനെ അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ഫിറൗൻ, ആ ഫിറൗനോടാണ് അള്ളാഹ് പറയുന്നത്, നിങ്ങൾ പോയിട്ടേ നല്ല നിലക്ക് വർത്താനം പറയണം, നല്ല വളരെ സൗമ്യമായ രൂപത്തിൽ സംസാരിക്കണം. ചിലപ്പോ അവന് മനസ്സിലായേക്കാം, ചിലപ്പോ അവന്റെ മനസ്സിൽ അത് സ്വാധീനം ഉണ്ടാക്കിയേക്കാം, അവൻ ഭയപ്പെട്ട് അള്ളാഹുവിനെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് വന്നേക്കാം. അല്ലേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ പ്രബോധനത്തിന്റെ രീതിയിൽ നമുക്ക് കൃത്യമായ പാഠമുണ്ട്. അല്ലേ? അദ്ദേഹം അള്ളാഹുവിനോട് പറയുന്നുണ്ട്, പടച്ചോനെ, എന്നെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്ന രാജാവിന്റെ മുമ്പിലേക്ക്. പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് മൂസാ നബി പോവാൻ. പ്രബോധനം, ദഅവത്ത്. അല്ലെ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനകൾ പ്രസിദ്ധമാണ്. വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനകൾ പോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനകൾ പ്രസിദ്ധമാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾക്ക് അള്ളാഹു നൽകുന്ന മറുപടിയുണ്ട്. ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ ഒറ്റപ്പെട്ടു പോയ സമയത്ത്, അള്ളാഹുവേ, ആരോരുമില്ലാത്ത എനിക്ക് നീ എന്തു തന്നാലും അള്ളാഹുവേ അതെനിക്ക് ആശ്വാസമാണ് എന്ന് പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം നബി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ജീവിത പങ്കാളിയെ കൊടുക്കുന്നുണ്ട്. ബാപ്പയുടെ സ്ഥാനത്ത് നിന്ന് തന്നെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷകനെ കൊടുക്കുന്നുണ്ട്. ജീവിക്കുവാനുള്ള വീടും നാടും ജോലിയും കൊടുക്കുന്നുണ്ട്. ശക്തനായിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനത്തിന്റെ വഴിയിലേക്ക് കടന്നു പോകുന്നത്. അപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മളൊന്ന് കൃത്യമായിട്ട് പഠിക്കണം. വെറുതെ ഇങ്ങനെ സൂഫി ഇബ്രാഹിമോ മൂസ എന്നങ്ങനെ ഓതിപ്പോയല്ല. എന്താണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം? അത് നമുക്ക് എവിടെയൊക്കെയാണ് കരുത്ത് നൽകുക? അത് നമ്മുടെ വിശ്വാസത്തിനെ എവിടെയാണ് ത്രസിപ്പിക്കുക? ആ ചരിത്രം എവിടെയാണ് നമ്മുടെ വിശ്വാസത്തിന് മുതൽ കൂട്ടാവുക എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദീന് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ അള്ളാഹു നിശ്ചയിക്കുന്നത് ബനൂ ഇസ്രായേലിയർക്കിടയിലേക്കാണ്. അവർ അന്ന് ആ രാജ്യത്ത് അടിമകളെ പോലെയാണ് അടിമകളെ പോലെ എന്നല്ല, അടിമകളായിട്ടാണ് ജീവിക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭരണാധികാരിയുടെ മുമ്പിൽ ചെന്ന് പറയുന്നുണ്ട്, ബനൂ ഇസ്രായേലിയരെ എനിക്ക് വിട്ടുതരൂ, ഞാൻ അവരെ കൊണ്ടുപോയിക്കോളാം, നീ അവരെ ഉപദ്രവിക്കരുത്. പക്ഷേ അഹങ്കാരിയായ ആ ഭരണാധികാരി അത് കേട്ടില്ല.
അത് അദ്ദേഹം വില വെച്ചില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പാതിരാത്രിയിൽ തന്റെ കൂടെ ഇറങ്ങി വരാൻ ബനു ഇസ്രായേലിനെ വിളിക്കുകയാണ്. അവർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടു. പക്ഷേ നേരം പുലരും മുമ്പേ അവരെത്തിയത് കടലിന്റെ തീരത്താണ്. മുമ്പിൽ തിരയടിക്കുന്ന കടലാണ്. ഇനി എന്ത് ചെയ്യും? തിരിച്ചുപോക്ക് അസാധ്യമാണ്. അവർ രാത്രിയിൽ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞ രാജാവും സൈന്യത്തെയും കൂട്ടി അവർ പുറപ്പെട്ട വഴിയെ പുറപ്പെട്ടിരിക്കുന്നു. കടലിനും ചെകുത്താനുമിടയിൽ എന്ന് പറഞ്ഞ പോലെ കടലിനും സൈന്യത്തിനുമിടയിൽ ആ ജനത കുടുങ്ങിപ്പോവാണ്. അവരെല്ലാവരും മൂസാ നബിയെ കുറ്റപ്പെടുത്തുകയാണ്. മൂസ, നീ എന്തിനാണ് ഞങ്ങളെ വിളിച്ചിറക്കിക്കൊണ്ടുവന്നത്? ഞങ്ങൾക്ക് മരണം ഉറപ്പായില്ലേ? ഇനി വഴികളൊന്നുമില്ലല്ലോ. ഒന്നുകിൽ കടലിൽ ചാടി മരിക്കണം, അല്ലെങ്കിൽ രാജഭടന്മാരുടെ വെട്ടുകൊണ്ട് മരിക്കണം. വേറെന്തെങ്കിലും വഴിയുണ്ടോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇല്ല, വഴികൾ അടഞ്ഞിട്ടില്ല, ഇനിയും മാർഗങ്ങളുണ്ട്. എന്റെ കൂടെ അള്ളാഹു ഉണ്ട്. അതെന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. ആ അള്ളാഹു എന്നെ കൈവിടൂല. അള്ളാഹു താല മൂസാ നബിയോട് പറയുന്നുണ്ട്, മൂസ, നീ നിന്റെ കയ്യിലെ വടി കൊണ്ട് ആ സമുദ്രത്തിൽ അടിക്കുക. ശേഷം നമ്മൾക്കറിയുന്ന കഥയാണ്. ആ സമുദ്രത്തിലെ വെള്ളം രണ്ടു ഭാഗത്തേക്ക് വഴിമാറുകയും മൂസാ നബിയും കൂട്ടരും ആ വഴിയിലേക്ക്, ഉണങ്ങിയ വഴിയിലേക്ക് അവർ മൂസാ നബിയുടെ കൂടെ ഇറങ്ങി. പകച്ചു നിൽക്കുന്ന സമയമാണ്. കടലിലെ വെള്ളം രണ്ടു ഭാഗത്തും മല പോലെ മാറി നിൽക്കുമ്പോ അതിന്റെ നടുവിലേക്ക് ഇറങ്ങണമെങ്കിലേ ഒരിത്തിരി ധൈര്യം പോരാ, ഇത്തിരി വിശ്വാസം പോരാ, ആദർശബോധം പോരാ. പക്ഷെ അവർ മൂസാ നബിയുടെ കൂടെ ഇറങ്ങി മറുഭാഗത്തേക്ക് നടന്നു. അവരുടെ പിന്നാലെ ഇറങ്ങി അവരെ പിടികൂടാൻ ശ്രമിച്ച രാജാവിനെയും പരിവാരങ്ങളെയും അല്ലാഹു തആല ആ വെള്ളത്തിൽ മുക്കിക്കൊന്നു. ആ വെള്ളത്തിൽ അക്രമികളെ അല്ലാഹു മുക്കിക്കൊന്നു. അവസാന സമയത്ത് ആ രാജാവ് വിളിച്ചു പറയുന്നുണ്ട്, ഇന്നി ആമൻതു ബിറബ്ബി മൂസ വഹാറൂൻ, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. പലപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ, പ്രതിസന്ധിയുടെ അവസാന ഘട്ടത്തിൽ ഇനി രക്ഷപ്പെടൂല എന്ന് ബോധ്യാകുമ്പോ അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വരും. അപ്പൊ അള്ള ചോദിക്കുന്നുണ്ട് ഫിറഔനോട്, ഇപ്പോഴോ? ഇപ്പോഴോ? ആർക്ക് വേണം നിന്റെ വിശ്വാസം? നിന്റെ ഭൗതിക ശരീരത്തിനെ ലോകത്തിന് മുഴുവനും ഒരു പാഠമായി ഈ ഭൂമിയിൽ ഞാൻ അവശേഷിപ്പിക്കും എന്ന് അല്ലാഹു തആല അന്നൊരു വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. ആ ഭരണാധികാരിയുടെ ഭൗതിക ശരീരം ഇന്നും ലോകത്തിന് പാഠമായി ഈ ലോകത്ത് ബാക്കിയുണ്ട് എന്നത് അള്ളാഹുവിന്റെ കലാമിന്റെ, അതിന്റെ അത്ഭുതകരമായ മുഅ്ജിസത്തിന്റെ, അമാനുഷികതയുടെ ഒരടയാളമായി ഇന്നും ലോകത്ത് ബാക്കിയുണ്ട്. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നോക്കി നിങ്ങൾ. അക്രമിയും അധികാരവുമുള്ള ഭരണാധികാരിയുടെ മുമ്പിൽ വിശ്വാസത്തിന്റെ, ആദർശത്തിന്റെ മാത്രം പിൻബലത്തോടുകൂടി ഒരു ജനത രക്ഷപ്പെടുന്ന, തന്നെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല എന്ന് വിശ്വസിക്കുന്ന ഭരണാധികാരി ഒന്ന് പെടയാൻ പോലും കഴിയാതെ ഇല്ലാതായി തീരുന്ന ചരിത്രം എന്തിനാ പറഞ്ഞത് നിങ്ങള്? ഇടക്കിടക്ക് പേടിക്കാതിരിക്കാൻ. നമ്മക്ക് ഞാനില്ല, നമ്മൾ കുടുങ്ങിയില്ലേ, ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം, ഇനി ഇതുകൊണ്ടൊന്നും കാര്യമല്ല, അതുകൊണ്ട് ഇതൊക്കെ ഒഴിവാക്കുക എന്ന് പറഞ്ഞ് പേടിച്ചു നിൽക്കുന്ന അരക്ഷിതരായ ജനതക്ക് ധൈര്യം പകരാനാ അള്ളാഹു ഈ ചരിത്രമൊക്കെ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്. ഈ സംഭവം നടക്കുന്നത് ഈ മുഹറം മാസം 10-ാം തീയതിയാണ് എന്നാണ് ഹദീസുകളിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതിനു മുമ്പേ ജാഹിലിയ കാലം മുതൽക്ക്, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു വഹി നൽകുന്നതിന് മുമ്പേ ഈ ഒരു മുഹറം 10-ന്റെ നോമ്പ് ലോകത്ത് ഇങ്ങനെ ഉണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയണേ, കാന യൗമു ആശുറാ തസൂമുഹു ഖുറൈശ് ഫിൽ ജാഹിലിയത്തി. ജാഹിലിയ കാലത്ത് തന്നെ, പ്രവാചകന്റെ പ്രബോധനങ്ങൾ വരുന്നതിന് മുമ്പേ ഖുറൈശികൾ ഈ ദിവസത്തിൽ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു, പ്രവാചകനും അന്ന് ആ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. ഫലമ്മാ ഖദിമൽ മദീന സ്വാമഹു, അങ്ങനെ മദീനയിലേക്ക് വന്നപ്പോ റസൂൽ നോറ്റു, അവിടുത്തെ ജൂതന്മാരും നോൽക്കാറുണ്ടായിരുന്നു. വഅമറ ബിസിയാമി, അങ്ങനെ റസൂലുള്ളാഹി മറ്റുള്ള മുസ്ലിങ്ങളോടും മദീനയിലെത്തിയത് മുതൽ ഈ മാസത്തിലെ 10-ാമത്തെ ദിവസം നിർബന്ധമായിട്ട് നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചു. എന്നിട്ട് ആയിഷ ബീവി എന്ന് പറയാണ്, കാലത്ത് ഫലമ്മാ ഫറള റമളാൻ, അങ്ങനെ റമളാൻ മാസത്തിൽ മുഴുവനായിട്ടും നിർബന്ധമായിട്ടും മുസ്ലിങ്ങൾ നോമ്പ് നോൽക്കണമെന്ന അള്ളാഹുവിന്റെ വിധി വന്നപ്പോൾ തറക യൗമ ആശുറാ, പ്രവാചകൻ ആ ആശൂറ ദിവസം മുഹറം 10-ന് നിർബന്ധമായിട്ടും നോൽക്കുന്നത് ഒഴിവാക്കി. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഫമൻ ശാഅ സ്വാമ വമൻ ശാഅ തറക,
ഇനി നിർബന്ധമല്ല, ഇനി ഇഷ്ടമുള്ളവർക്ക് നോൽക്ക, വേണമെങ്കിൽ നോൽക്കാതൊക്കെ ചെയ്യാം. മുഹറം 10. ഈ മുഹറം 10 പറയുന്ന പേര് ആശൂറാ എന്നാണ്. ആശൂറാ. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് കൂടി നമ്മൾ കേൾക്കണം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ യഖൂലു, അങ്ങനെ മദീനയിലെത്തി പ്രവാചകന്റെ ജീവിതം 8-9 കൊല്ലൊക്കെ കഴിഞ്ഞ് പ്രവാചകൻ മരണപ്പെടുന്നതിന്റെ തൊട്ടു മുമ്പത്തെ വർഷം റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ചില ആളുകൾ പറയാൻ, حين صام رسول الله صلى الله عليه وسلم يوم عاشوراء فامر بصيام قالوا, റസൂലുള്ളാഹി ദിവസം നോമ്പ് നോറ്റ് മറ്റുള്ളവരോടൊക്കെ അത് വേണമെങ്കിൽ നോറ്റോടി സുന്നത്തായിട്ടൊക്കെ ആ നോമ്പ് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ ഖാലു, അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന യൗമുൻ തുഅല്ലിമുഹു അൽ-യഹൂദു വൻ-നസാറ. അവ ഇസ്ലാമിൽ ഒരു പൊതു നിയമമുണ്ട്. ആ കാലഘട്ടമായപ്പോഴേക്ക് ഇതര വിശ്വാസികൾ, ഇതര വേദഗ്രന്ഥത്തിന്റെ വിശ്വാസികൾ, അവരും മുസ്ലിങ്ങളും പ്രവർത്തനങ്ങളിൽ ഒരേപോലെയാവാൻ പാടില്ല, വ്യത്യാസങ്ങൾ ഉണ്ടാവണം. അപ്പോ അവർ വന്ന് പറഞ്ഞു, നബിയെ, ഈ മുഹറം 10 നമ്മളെ പോലെ അവരും ആ ദിവസത്തിനെ ആദരിച്ച് ബഹുമാനിച്ച് അവരും നോമ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ നമ്മളും അവരും തുല്യമാകുന്നുണ്ടല്ലോ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇദാ കാനൽ ആമുൽ മുഖ്ബിൽ ഇൻഷാ അല്ലാഹ് സുംനാ അൽ യൗമ അത്താസിഅ. റസൂൽ പറയാണ്, ഇൻഷാ അല്ലാഹ് അടുത്ത വർഷത്തിൽ മുഹറം മാസത്തിൽ 10 നോൽക്കുമ്പോൾ അതിന്റെ മുമ്പത്തെ 9 കൂടി ഇൻഷാ അല്ലാഹ് ഞാൻ നോൽക്കും. അതായത് 10 എല്ലാവരും നോൽക്കുന്നുണ്ട്, അതിൽ നിന്ന് വ്യത്യസ്തരായി ഇൻഷാ അല്ലാഹ് അടുത്ത ഈ മുഹറം മാസത്തിൽ 9 കൂടി നാം നോൽക്കും. ഖാല, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി പറയണേ, ഫലം യൽകിൽ ആമുൽ മുഖ്ബിൽ ഹത്താ തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അടുത്ത വർഷത്തെ മുഹറം വന്നപ്പോ പ്രവാചകൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല. പ്രവാചകൻ അതിന്റെ മുമ്പത്തെ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രവാചകൻ മരണപ്പെട്ടിരുന്നു. അപ്പോ മുഹറം 10 ആശൂറാ, നോമ്പ് നോൽക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം. അടുത്ത വർഷത്തിൽ ഞാനുണ്ടെങ്കിൽ 9 നോൽക്കുമെന്ന പ്രവാചകന്റെ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ആ 9 നോൽക്കൽ ഒരു വിശ്വാസിക്ക് പവിത്രമാണ്, പ്രതിഫലാർഹമായ കാര്യമാണ്. മുഹറം 10 നോമ്പിനെ കുറിച്ച് റസൂൽ പറഞ്ഞത്, സൗമു യൗമി അറഫ യുകഫിറു സനതൈൻ. അറഫാ ദിവസത്തിലെ നോൽമ്പ് 2 വർഷത്തിലെ പാപങ്ങൾ പൊറുക്കുവാൻ കാരണമാകും. വസൗമു ആശൂറാ, ഈ മുഹറം 10 നോമ്പുണ്ടല്ലോ, യുകഫിറു സനതൻ മാളിയ, കഴിഞ്ഞ ഒരു വർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറിയ തെറ്റുകൾ പൊറുക്കാൻ ഈ നോമ്പ് കാരണമാകും. അല്ലേ? عن ابي هريره رضي الله عنه قال افضل الصيام بعد شهر رمضان صيام شهر الله المحرم. റമളാൻ മാസത്തിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അഫ്ളലു സിയാമി ബഅദ ഷഹ്രി റമളാൻ. റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് സിയാമു ഷഹ്രില്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ മുഹറം മാസത്തിലെ നോമ്പാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മാ റഅയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതഹറ സിയാമ യൗമിൻ ഫളലഹു അലാ ഗൈരിഹി ഇല്ലാ ഹാദൽ യൗം. റമദാൻ മാസം കഴിഞ്ഞാൽ പിന്നെ റസൂലുള്ളാഹ് ഏറ്റവും താല്പര്യത്തോടു കൂടി പ്രവാചകൻ അനുഷ്ഠിക്കുന്ന നോമ്പായിട്ട് ഈ മുഹറത്തിലെ നോമ്പിനെയാണ് ഞങ്ങൾ കണ്ടത് എന്ന് സഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോ മുഹറം 10 എന്തായാലും നോൽക്കുക. രണ്ടാമത്തെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മുഹറം 9 കൂടി നോൽക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നാണ് മുഹറം 10, 9 ഒക്കെ? മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് അടുത്ത തിങ്കളാഴ്ച മുഹറം 9 ചൊവ്വാഴ്ച മുഹറം 10. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വിഷയത്തിൽ നാട്ടിലൊക്കെ ഉണ്ടാവും. ചില ആളുകളൊക്കെ അവരുടെ കണക്കുകളും മാസപ്പിറവിയൊക്കെ നോക്കിയിട്ട് ബുധനാഴ്ചയാണ് 10 എന്ന് പറയുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഗോളശാസ്ത്ര കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് മാസപ്പിറവിയെ നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേരള ഹിലാൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം തിങ്കളാഴ്ചയാണ് മുഹറം 9, ചൊവ്വാഴ്ച മുഹറം 10. ഈ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനുകളായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ.
അള്ളാഹുവിന്റെ ദീനിനെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് അവസാനം വരെ ഒരു ശരിയായ മുഅ്മിനായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഈമാനും തഖ്വയും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏതൊരു പ്രതിസന്ധിയിലും ഏതൊരു പ്രയാസത്തിലും മുൻകാല പ്രവാചകന്മാരുടെ മാതൃക പോലെ അള്ളാഹുവിന്റെ ദീനിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അവസരം നൽകുമാറാവട്ടെ. അതിനുള്ള ഈമാനും കരുത്തും അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്.